ദുനിയാവെന്നത് സുഖത്തിന് ലോകമല്ല. എന്നാ സുഖം ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. പക്ഷേ മനസ്സിലായില്ല. അല്ലാത്തവരൊക്കെ പറ്റിയ ഒരാൾ കക്കൂസിൽ വന്ന് പോയതിന് ശേഷമാണ് നമ്മൾ മുനിസിപ്പാലിറ്റി കക്കൂസിൽ ചെല്ലുന്നതെങ്കിൽ ചെറിയ ഒരു പെർഫ്യൂമിന്റെ വാസനയൊക്കെ ഉണ്ടായേക്കാം. അത് നമ്മൾ അവിടെ ഇരിക്കണോടുകൂടെ പോവുകയും ചെയ്യും. മനസ്സിലായില്ല? ചിന്തിക്കും എന്നതുപോലെ ഹബീബായ നബി പറയാം, വളരെ വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആഗ്രഹിക്കരുത്. എനിക്ക് സുഖം തന്നെ വേണം, അങ്ങനെയാണ് സുഖത്തിൽ എനിക്കും എൻ്റെ കുട്ടികൾക്കും ഒരു കുഴക്കമില്ല, അങ്ങനെ റബ്ബിൻ്റെ സഹായത്താൽ സുഖത്തിൽ അങ്ങനെയാണ് അള്ളാഹിൻ്റെ സഹായത്താൽ എന്ന് പറഞ്ഞാൽ ഇത് പേടിച്ചോ, എനിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചില ആളുകൾ പറയില്ലേ, എനിക്ക് റബ്ബിൻ്റെ സഹായത്താൽ ഒരു ബുദ്ധിമുട്ടില്ല, അന്ന് എന്നെ ബേസിലിട്ട് തട്ടിന അതിൻ്റെ അർത്ഥം വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ട്. വളരെ ചിന്തിക്കണം. ഹബീബാ നബി പറയാ ഹബീബ മുഹമ്മദ് മുസ്തഫ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഏതാ സൂറത്ത്? ഓടി. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. لا വേണ്ട ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട്ടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യട്ടെ. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങേക്ക് ഈ നാട് ഹറമെന്നത് പോലെ ഹില്ലും എന്നായിരിക്കവേ. വലിയ ആശയം. പിന്നെ പറയും, വാലിദിൻ, ഒരു പിതാവിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യട്ടെ. വമാ വലദ, ആ പിതാവിൽ നിന്നുണ്ടായ ഈ പൊന്നുമോനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യട്ടെ. വമാ വലദ, ഈ രണ്ടർത്ഥം വെക്കാം. വമാ വലദ ഏതാ നാട്? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യട്ടെ. ഏതാണ് നാട്? മക്ക. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട് അങ്ങക്ക് ഹറമെന്നത് പോലെ ഹില്ലും എന്നായിരിക്കവേ. പറഞ്ഞാൽ തീരൂല. വാലിദിൻ, ഒരു പിതാവിനെ കൊണ്ടും. വമാ വലദ, പിതാവിൽ നിന്നുണ്ടായ ഒരു സമൂഹത്തെ കൊണ്ടും. പിതാവിനെ ഒരർത്ഥത്തിൽ സയ്യിദ്നാ ആദം, സമൂഹം മനുഷ്യജനസഞ്ചയം. ഓർ നാട് പറയുമ്പോൾ നാടിന്റെ ഫൗണ്ടർ ആരാണ്? സയ്യിദ് ഇബ്രാഹിം. അപ്പോൾ ഇവിടെ പിതാവ് എന്നതുകൊണ്ട് ഉദ്ദേശ്യമാരെയാണ്? ഇബ്രാഹിമിനെ ആണെങ്കിൽ വമാ വലദ കൊണ്ട് ഉദ്ദേശ്യം ഇബ്രാഹിമിന്റെ പൊന്നുമോൻ. ലോക ചരിത്രത്തിൽ ഒരു പൊന്നുമോനേ ഉള്ളൂ, അത് മുഹമ്മദുൻ. മനസ്സിലായില്ലേ? എന്നിട്ട് എൻ്റെ അടുത്ത വാക്ക് അർത്ഥം അടുത്ത വാക്ക് لقد خلقنا الإنسان في كبد. لقد خلقنا الإنسان في كبد. لقد لام تأكيدنا قد تأكيدنا قد أنا تأكيدا لام കൂടി കൂട്ടി കട്ടിയ തأكيدا. لقد خلقنا الإنسان في كبد, മനുഷ്യനെ ഞാൻ ക്ലേശത്തിനു വേണ്ടിയുമാണ് സൃഷ്ടിച്ചത്. ക്ലേശത്തിൽ, അവന്റെ ഉമ്മ ക്ലേശത്തിൽ അവനെ പ്രസവിക്കും, അവൻ ക്ലേശത്തിൽ പുറത്തു വരും. എന്തുകൊണ്ട്? ഇനി അവന് മൂന്നാമത്തൊരു ക്ലേശം കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലേശം ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ റബ്ബിന്റെ എനിക്ക് അടിസ്ഥാനമാക്കിയ തെറ്റീന. ഒന്നുകൂടി ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഞാൻ ക്ലേശത്തിലാണ് പടച്ചത്. ഹമലതുഹു ഉമ്മുഹു وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. هذا سورة لقمان. أن اشكر لي
ക്ലേശത്തിന്റെ മേൽ ക്ലേശമായി അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചു. അവൻ വയറ്റിലൂറിയ അന്ന് മുതൽ ഉമ്മാക്ക് ക്ലേശം, പിന്നെ 9 മാസം ക്ലേശം, പിന്നെ വളരെ ക്ലേശത്തിൽ ഉമ്മ അവനെ പ്രസവിച്ചു. മരണം പോലെ, പ്രസവം മരണം പോലെ. അവനും ക്ലേശം, അവനും ക്ലേശം. എന്തുകൊണ്ട്? വളരെ ചെറിയൊരു ദ്വാരത്തിലൂടെയാണ് 4-3 കിലോ തൂക്കമുള്ള വന്നിട്ട് വന്നത്. 1 കിലോ തൂക്കാണെങ്കിലും 1 കിലോ മാംസം ആ ദ്വാരത്തിലൂടെ വരില്ല. ക്ലേശത്തിന് വരും. മനസ്സിലുണ്ട് പറഞ്ഞത്? ക്ലേശം ക്ലേശം ക്ലേശമാണ് ഭയങ്കര. ഉമ്മാക്കിത് ക്ലേശം, അവനും ക്ലേശം. ചെറിയൊരു ദ്വാരത്തിലൂടെ ഇവനും ചേർന്നാണ് ക്ലേശം. അപ്പൊ ഉമ്മാന്റെ ക്ലേശം, അവന്റെ ക്ലേശം. എന്താ ഇങ്ങനത്തെ ക്ലേശം? ഇനി ഒരു ക്ലേശം അവനെ കാത്തിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ദുനിയാവിൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. നിനക്ക് സുഖാണോ? നീ അള്ളാഹു നിന്നെ പടച്ച അടിസ്ഥാനത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്. പണം എന്നത് സുഖത്തിന്റെ മാനദണ്ഡമല്ല, മാക്കുമെന്ന് മാത്രം. അതിൻ്റെ കൂടെ ഇല്ല. പണം ഒരിക്കലും സുഖത്തിന്റെ മാനദണ്ഡമല്ല. ചിലർ അത് സുഖത്തിന് മാനദണ്ഡമാക്കും, അത്രയേ ഉള്ളൂ. നിങ്ങൾ നല്ല ഉഷാറിലാണോ അല്ലേ അതാദ്യം തീരുമാനിക്കും. നിങ്ങൾ നല്ല ഉഷാറിലാണോ? പണം സുഖത്തിന് മാനദണ്ഡമല്ല, പണം ചിലപ്പോൾ ദുഃഖത്തിന് മാനദണ്ഡമാണ്. മോമിനായാലും മോമിൻ അല്ലെങ്കിൽ പണം കിട്ടിയാൽ കുടുങ്ങി. പണം കിട്ടുന്നതിന് മുമ്പ് എവിടെയും കിടക്കാം. പണം കിട്ടിയാൽ അവിടെ കിടക്കാൻ പറ്റില്ല. കിടക്കുമ്പോൾ പണം. മനസ്സിലായില്ലേ? എവിടെയും കിടക്കാം, എവിടെയും. ചെറുകര തന്നെ എന്താ പറയുക, പെരിന്തൽമണ്ണ ചെറുകരയിലേക്ക് പോകുന്ന വഴിയിൽ ആ റെയിൽവേ ക്രോസിന്റെ തൊട്ടുപുറത്തൊരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു ഇരുട്ടുള്ള സ്ഥലമാണത്. പൊതുവെ ഒരു പേടിപ്പിക്കുന്ന സ്ഥലവുമാണത്. ഒരു ഒറ്റ ആൾക്ക് കിടക്കാവുന്ന രൂപത്തിൽ ചെറിയ 1-2 ആളുകൾക്ക് കയറിക്കാൻ മാത്രമല്ല ചെറിയ ഒരു ബസ് സ്റ്റോപ്പാണത്. ഞാൻ 15 കൊല്ലം മുമ്പ് ആ റെയിൽവേ ക്രോസ് ഇങ്ങനെ കയറി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ഒരാൾ രാത്രി 2 മണി 1 മണി 2 മണി നേരത്ത് ഉറങ്ങാൻ കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, കുറച്ച് നിർത്ത്, നമുക്ക് അയാളൊന്ന് നോക്കുക. അളങ്ങനെ ഉറങ്ങുക. അതിലില്ല, പിന്നൊന്നും കൂടി വെക്കാൻ പറ്റും. ഇല്ല, അത്രയല്ലേ ഉള്ളൂ. ഇല്ല, എന്റെ പൈസ ആയിരുന്നു, വേറെ എന്തെങ്കിലും പൈസ. 10 മണിയായാൽ ഒരു നാസ്ത കിട്ടും, ഒരു കഞ്ഞി കിട്ടും, ഉച്ചക്ക് 2 ചോറും കിട്ടും, 4 മണിക്ക് ചായ കിട്ടും, വൈകുന്നേരം ഒരു ഇതല്ലേ മുമ്പിനിട്ട്. മുമ്പിനായ മനുഷ്യന് പണം കൊണ്ട് എന്തുപകാരം? പണം കിട്ടട്ടെ എന്തിനാ ആഗ്രഹിക്കുന്നത്? പണം കിട്ടിയ എന്തുപകാരം? കിട്ടേണ്ടതല്ല, ഒരു ഉപകാരം ഉണ്ട്, ആഹ്ലാണ്ടാക്കാം. സയ്യിദ്നാ ഉസ്മാൻ മഹാനായ സയ്യിദ്നാ ഉസ്മാൻ പണം കൊണ്ട് സ്വർഗം ഉണ്ടാക്കി. പണം മുഅ്മിനീങ്ങൾക്ക് പണം എങ്ങനെ ഉപയോഗിക്കും എന്നതിന് മിസാലാണ് സയ്യിദ്നാ ഉസ്മാൻ. അതുകൊണ്ടാണ് ഉസ്മാൻ മരണപ്പെട്ടത്. അതൊരു പ്രശ്നം. ഒരു കൂലി ഇങ്ങനെ കൊടുക്കണപ്പോൾ ആളുകൾ എന്ത് വെച്ചു, ഖജനാവ് കാലിയാക്കണം. അത് സ്വന്തം പണമായിരുന്നു. മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ ഖജനാവ് സ്വന്തക്കാർക്ക് അമിതമായി ഉസ്മാൻ കൊടുക്കുന്നു എന്നവർ കിംവദന്തി ചില നാടുകളിൽ ഉണ്ടായത് കാരണമാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഒരു നിലക്ക് പണമാണ് ആരുടെ മരണത്തിന് കാരണം. ഉറക്കപ്പറ, പണ്ടേ പണത്തിനെ പറ്റി ഒരു പേരുണ്ട്, ആളക്കൊല്ലി. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഒരാൾ പപ്പടം വാങ്ങി, എൻ്റെ വല്യമ്മ പറഞ്ഞൊരു കഥയാണ്. പഴയ കാലത്ത് പപ്പടം വാങ്ങിയിട്ട് ഒരാൾ അരത്തിരി പോയി പരിയേക്ക്. അത് കണ്ടപ്പോൾ അരയിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കണ്ടപ്പോൾ വേറൊരുത്തൻ വിചാരിച്ചു ഇത് പൈസ ആയിരിക്കും, ഓനെ കൊന്നു. നോക്കുമ്പോൾ സാധനം എന്താ? പപ്പടം. അപ്പോൾ പണം മാത്രമല്ല, പണത്തിന്റെ മിസാൽ കൊണ്ട് പോലും തലപോകും എന്ന് ഇതിന് മനസ്സിലാക്കാം. ഇത് പണമല്ല, ഇത് മിസാലുൽ പണമാണ്. അതിൻ്റെ കൂടെ ഇല്ല, ഇത് പണമാണോ? പറയാൻ ചുരുട്ടിയ പപ്പടം പണാണോ? അല്ല, അത് മിസാലുൽ പണം. പണത്തിന്റെ കോലം വരെ ആളെ കൊല്ലിയ. അപ്പൊ അതൊന്നും മുഅ്മിനിന്
സുഖത്തിന് മാനദണ്ഡമല്ല, പണം ഒരു മാനദണ്ഡമല്ല. ഒരു മുഅ്മിനായ മനുഷ്യന് പണമുണ്ടായാൽ എന്താ കാര്യം? എന്താ കാര്യം? എന്താ? രണ്ട് പെണ്ണ് കെട്ടിക്കൂടെ? കിട്ടാം, അതിനനുസരിച്ച് ബുദ്ധിമുട്ട് കൂടും. 3 കെട്ടിക്കൂടെ? അതിനനുസരിച്ച് ബുദ്ധിമുട്ട് കൂടും. 4 കെട്ടിക്കൂടെ? മൂപ്പർക്ക് പൈസ ഉണ്ടാവും, ആ കെട്ടാം, ഒരു കുഴപ്പമില്ല. അതിനനുസരിച്ചുള്ള സന്തോഷവും സമാധാനവും അവസാനിപ്പിച്ച് അങ്ങനെ ജീവിച്ചു പോകും. രണ്ട് പെണ്ണ് കെട്ടിയാളെ പറ്റി റസാനത്തിലുള്ള ഒരു വലിയ രണ്ട് പെണ്ണ് കെട്ടിയാൽ നല്ലല്ലേ? ഇന്നൊരു പെണ്ണുങ്ങളൊപ്പം ജീവിച്ചൂടെ? നാളെ പെണ്ണുങ്ങൾ വേറെ പെണ്ണ്, 4 പെണ്ണ് കെട്ടിയാല് അങ്ങനെ സുഖല്ലേ? സുഖാണ്, സുഖം കേട്ടോ. രണ്ട് പെണ്ണ് കെട്ടിയ ആള് എന്ന് പറഞ്ഞാൽ നംലത്തിന് ഒരു ഉറുമ്പിനെ പോലെയാണ്. അതൊരു മരക്കൊള്ളിയുടെ മേൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒന്നാമത് നടക്കും, ഒന്നും ഇങ്ങോട്ട് നടക്കും. വജാനിബാഹു, ആ മരക്കൊള്ളിയുടെ 2 അഗ്രഭാഗവും അലാ നാരിൻ ഖദിൽ തഹബ, ശക്തമായി തീജ്വാലകൾ കത്തിപ്പടർന്നു നിൽക്കുകയാണ്. അവിടെ കിടക്കാൻ പറ്റൂല, ഇങ്ങോട്ടോ ഇവിടെ പറ്റുമോ? ഇല്ല. അവനക്ക് പൈസ കിട്ടിയാൽ, കൂടുതൽ പൈസ ഉണ്ടായാ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താ? വ്യഭിചരിക്കാൻ മുമ്പിന് പറ്റൂല. പിന്നെന്തേ പറ്റുള്ളൂ? പെണ്ണിട്ട. അതോടുകൂടെ എന്റെ സുഖം പറ അവസാനിച്ചു. എന്നെ പറ്റിയൊരു ഉപമ, 2 പെണ്ണ്, 2 പെണ്ണിനോടെ പറ്റിയ തന്നെ ഉപമയത്. അപ്പൊ ഞാൻ 4 പെണ്ണിന്റെ ഉപമ പറയണ്ടോ? മനസ്സിലായില്ല. അപ്പൊ എന്താ ഈ മുമ്മിന് പണം കിട്ടിയ കാര്യം? എന്താ കാര്യം? പറയും. എന്താ കാര്യം? എന്താ കാര്യം? പറയ. എന്താ കാര്യം? എന്താ കാര്യം? ഒരു കാര്യമുണ്ട്. എന്ത്? ആഖിറത്തിലേക്ക് നിക്ഷേപമാക്കി വെക്കാം. വേണമെങ്കിൽ. എന്നാലും എൻ്റെ അബ്ദുറഹ്മാൻ നേരം വൈകിയ സ്വർഗത്തിലെത്തുമെന്ന് മുത്തനബി പറഞ്ഞു. എൻ്റെ അബ്ദുറഹ്മാൻ സ്വർഗത്തിലെത്താൻ കുറച്ച് നേരം വൈകും. എന്തേ? മുതലാളിയ അബ്ദുറഹ്മാൻ മിനൽ ആശറത്തിൽ മുബശ്ശർ, മിനൽ ആശറത്തിൽ മുബശ്ശർ. പൈസ ഉണ്ട്, കുറച്ച് നേരം വൈകും. മനസ്സിലായില്ല? എന്തുകൊണ്ട്? പല കാർഡുണ്ട്, പല കാർഡ്. ഫെഡറൽ ബാങ്കിന്റെ കാർഡ് കാണിച്ചിട്ടുണ്ട്, കാനറ ബാങ്കിന്റെ കാർഡ്, പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കാർഡ്. ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ആർക്ക്? പിന്നെ പറയുന്നായി ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അവിടെയൊക്കെ ഇതൊന്നും ഇല്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കണ്ട. എല്ലാം മനസ്സിലായില്ല. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കാനറ, മറ്റേത് മറ്റേ HDFC, ഇങ്ങോട്ട് കയറിയിരിക്കും മനുഷ്യന്മാര്. ഇതിന്റെ എല്ലാ ഇപ്പൊ നിങ്ങൾ പണം വേണ്ടെന്നല്ല. എന്താ മുമ്പിന് എന്താ പണം കൊണ്ട് കാര്യം? വേണ്ടെന്നല്ല, വേണം. ചെന്തിന് പരലോകം സമ്പാദിക്കാൻ, അല്ലെങ്കിൽ അത്രയും സുഖക്കേടും കൂടും. മനസ്സിലായില്ലേ? ചിന്തിക്കേ. ഹബീബായ നബി പറയാ, കഴിഞ്ഞ കൊല്ലത്തെ ദുആയാണ് ഈ കൊല്ലത്തിൻ ദുആ. ഞാൻ കഴിഞ്ഞ മുഹറം 1 ചെയ്ത ദുആയെ പറ്റി ഇന്നലെ രാത്രി ആലോചിച്ചു. അപ്പോൾ അത് ആവർത്തിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ച് പഠിച്ചവനെ ഒരു കൊല്ലാറ്റ് ഉത്തരം കിട്ടിയില്ല. കഴിഞ്ഞ മുഹറം 1 ദുആ തന്നെയാണ് ഞാൻ മുഹറം 30 ദുൽഹജ്ജ 30 രാവിലെ ഇന്നലെയും ദുആ ചെയ്തിട്ടുള്ളത്. അപ്പൊ നീണ്ട ഒരു കൊല്ലം ദുആ നടന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വിഷയമാണ്, ഒരൊറ്റ പർപ്പസാണ്, ഒറ്റ വിഷയത്തിലെ ദുആ. മുഹറം 1 മുതൽ ദുൽഹജ്ജ 30 വരെ നടന്നിട്ടില്ല. എന്തുകൊണ്ട്? നടത്തൽ അള്ളാഹുവിന്റെ ബാധ്യത അല്ല. അള്ളാഹു ഖൈറേ ചെയ്യൂ. മനസ്സിലായില്ലേ? നടന്നു കിട്ടിയിരുന്നെങ്കിൽ നശിച്ചു.
അത് ഞാൻ നിങ്ങളെ അവസ്ഥ എനിക്കറിയില്ല. കഴിഞ്ഞ മുഹറം 1 അതേ ദുആ ഇന്നലെ ദുൽഹിജ്ജ 30 ദുആ ചെയ്ത ആളുകൾക്ക് ഒറ്റ പ്രശ്നം. കഴിഞ്ഞ മുഹറം 1 മുതൽ ഈ ദുൽഹിജ്ജ ഇന്നലെ രാത്രി 30 കഴിഞ്ഞു. ഇനി രാത്രി ഈ കൊല്ലമില്ല. ഇത് ചെയ്ത ആളുകൾക്ക് കൈപൊക്കാം. ഒന്ന് ഞാൻ തന്നെ, ഒന്ന് നിങ്ങൾ നല്ല മനുഷ്യനാണ്. കൈ പകുതി പൊക്കണ്ട, ഫുള്ള് പൊക്കിയാൽ മതി. മുനീർ മനസ്സറിഞ്ഞു പറയണം, ഞാൻ എൻ്റെ ഒറ്റ പ്രശ്നം, ഒറ്റ പ്രശ്നം ഒരു കൊല്ലം ഞാൻ ദുആ ചെയ്തു, ഉത്തരം കിട്ടിയില്ല. ഞാൻ കഴിഞ്ഞ മുഹറം 1 രാവിലെ ചെയ്ത ദുആയാണ് ദുൽഹിജ്ജ 30 ദുആ ചെയ്തത്. ഇപ്പോഴാണ് ഇത് ഓർത്തോയത്. പഠിച്ചോനെ കൊല്ലം കഴിഞ്ഞല്ലോ, അതിൻ്റെ അപ്പുറത്ത് ഓർമ്മട്ടില്ല. ഈ ദുആ എന്ന് തുടങ്ങിയതാണ് ഓർമ്മയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്തേ അങ്ങനെയാണ്? നീ ഇവിടെ എനിക്ക് പഠിച്ചോനെ ഒഴിവാക്കാം. ഞങ്ങളെ കാക്കണമേ റബ്ബേ, മനസ്സറിഞ്ഞ് പറയുന്നത് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഇവിടെ ഈ പേര് പറഞ്ഞാൽ എനിക്ക് പഠിച്ചോനെ ഒഴിവാക്കാം. അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ നമ്മളെ പ്രശ്നം തീർന്നിട്ടില്ലെങ്കിലും നമ്മളെ ഇന്നും സന്തോഷത്തിൽ അന്ന് ജീവിപ്പിച്ചില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. അതിന് സഹലിന്റെ ഒരു വ്യാഖ്യാനം ഇന്ന് ഞാൻ കണ്ടു. സഹൽ തങ്ങളെ വ്യാഖ്യാനം, فأنت في وطن الصبر وبلد الصبر ففي إقليم الصبر وأنت شخص الصبر. وماضيك صبر وقد استقبلك صبر فأنت في وطن الصبر وفي بلد الصبر وفي أيام الصبر وفي أيام الصبر وفي الصبر لأني أوكي എല്ലാം നീ സബറിലാണ്. നീ സബറിലാകണം. ഉദ്ദേശം നടക്കരുത്, അപ്പോഴല്ലേ സബർ ചെയ്യേണ്ടുള്ളൂ. മാത്രം നമുക്ക് ഇന്നത്തെ പറഞ്ഞ തീരില്ല. ഉത്തരം വേഗം കിട്ടും എന്ന് വിചാരിച്ച് ദാറുൽ ഖുർആനിലേക്ക് ഓടി വന്നവരെ, ഇവിടെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് തന്നെ ഉത്തരമില്ല. നിങ്ങളെ പുറത്ത് കുട്ടികളാരാ? ഞാൻ ആ ആവശ്യത്തിന് 1 രാവിലെ ദ്വാരന്ന് വേദനിച്ച് വായിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും വേദനിച്ച് വായിച്ചിട്ടുണ്ട്. ഉത്തരം കിട്ടിയില്ല. എന്റെ ഉത്തരവാദിത്തം എന്താ? ക്ഷമാശീലർക്ക് സന്തോഷം അറിയിക്കുക. കാര്യങ്ങൾ നടന്നിട്ട് ക്ഷമ ഉണ്ടാവോ? ഉണ്ടാകണോ? എന്ത് മനുഷ്യന്മാരാണ്! അന്നെ പുരാപ്പള കൊണ്ടുപോയിരുത്തി ദുനിയാവിലില്ലാത്ത 1 നമ്പർ എന്താ പറയാ അംബാനിന്റെ മകനൊക്കെ കിട്ടുന്ന ആജാതി ഭക്ഷണമാണ് എനിക്ക് കിട്ടിയത്. ക്ഷമിക്കണോ? അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു എന്താ പറയാ ഒരു മണിയറയിൽ കയറ്റി നിനക്കും ഭാര്യക്കും കൂടി ഭാര്യ വീട്ടിൽ താമസിക്കാനുള്ള മണിയറ, അത് ഈ ദുനിയാവിലെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ക്ഷമിക്കണോ? ഈ അവസ്ഥയിലാണെങ്കിൽ നിനക്ക് എന്തിനാ ക്ഷമിക്കണേ? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. وَلَنَبْلُوَنَّكُمْ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നല്ല അർത്ഥം. നിങ്ങളെ നാം തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന അർത്ഥം. ഒരൽപ്പം ഭയം കൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങൾ കരിഞ്ഞിടും. ഒരൽപ്പം ഭയം ഞങ്ങളെ ഭയപ്പെടുത്തി അപ്പം തീർന്നു. ഭയത്തിൽ നിന്നുള്ള അല്പം ഭയം അത്രേ ഉള്ളൂ. അള്ളാഹു ഭയപ്പെടുത്തി അപ്പം കരി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് തഹമ്മുൽ ചെയ്യാൻ കഴിയാത്ത, നമുക്ക് വഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശപ്പ്, നമുക്കൊക്കെ എന്ത് വിശപ്പ്!
കാർട്ടർ എന്നാണെന്ന് എൻ്റെ ഓർമ്മ. എന്താ പറയുക, എത്യോപ്യയിലോ റുവാണ്ടയിലോ ആയിരിക്കാം ആ ഒരു ചിത്രം. അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടി, പുലിസ്റ്റർ പ്രൈസോ നോബൽ പ്രൈസോ കിട്ടി ആ കൊല്ലത്തെ. ഒരു കുട്ടി UNAയുടെ ഭക്ഷ്യക്ഷാമം കാരണം ആ നാട്ടിൽ, അത് റുവാണ്ടയാണോ എന്താണെന്ന് എൻ്റെ ഓർമ്മ, എത്യോപ്യയോ റുവാണ്ടയോ ഒക്കെ ആയിരിക്കാം, അത് ആഫ്രിക്കൻ രാജ്യമാണ്. ഭക്ഷ്യക്ഷാമം കാരണം UNAയുടെ ഭക്ഷണ വിതരണ ക്യാമ്പിലേക്ക് ഒരു കുട്ടി ഇങ്ങനെ മെല്ലെ 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 പോകും, നടക്കാൻ വയ്യ ആ കുട്ടിക്ക്. അപ്പോൾ ഇപ്പോൾ ആ കുട്ടിയെ ചത്ത കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കഴുകൻ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുക. ഇത് രണ്ടും ചേർത്ത് കാർട്ടർ എന്നാണ് അയാളെ ഓർമ്മ തന്നെ പേര്. അയാൾ ഫോട്ടോ എടുത്തു. അത് ആ കൊല്ലത്തെ നോബൽ പ്രൈസ് കിട്ടി ഫോട്ടോക്കുള്ള. അവാർഡ് കൈമാറുന്ന വേദിയിൽ വെച്ച് ആരും അയാളോട് ചോദിച്ചു, എന്നിട്ട് കുട്ടിക്ക് എന്തേ ആയത് പിന്നെ? അപ്പോൾ അയാളെ തലപ്പൊളിഞ്ഞു. അയാൾ അനുമോദനം കിട്ടിയ അവാർഡ് വലിച്ചെറിഞ്ഞു, ആത്മഹത്യ. ഈ അടുത്ത കാലത്താണ് സംഭവം, 2000-ന്റെ ആ ഏരിയയാണ്. വലിയ സംഭവമാണല്ലോ. ഭക്ഷ്യക്ഷാമം അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്പം ഭക്ഷ്യക്ഷാമം, അല്പം അതിനുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വന്നാലോ കഴിഞ്ഞ് ചിലപ്പോൾ ദേഹവിയോഗം, ചിലപ്പോൾ കൈക്കനികളുടെ നാശനഷ്ടം. ഇതുകൊണ്ടെല്ലാം തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ദേഹത്തിന് നഷ്ടം, ചിലപ്പോൾ ദേഹവിയോഗം, ചിലപ്പോൾ കൈക്കനികൾ നഷ്ടം. ഇങ്ങനെ പല നിലക്കും നിങ്ങൾക്കുണ്ടാവും. MBBS ഉള്ള ഒരു ഡോക്ടർക്ക് മനസ്സിലെ രോഗം പിടിപെട്ടതിനെ കുറിച്ച് ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞു, MBBS ഡോക്ടർക്ക്. അപ്പോൾ എന്താ കാരണം? അയാൾ ഒരു കച്ചവടത്തിൽ കൂടി, അങ്ങനെ അയാൾ 5 കോടി ഉറുപ്പിക ആ കച്ചവടത്തിൽ ചേർന്നതോടുകൂടെ കച്ചവടം വളരെ പെട്ടെന്ന് പൊട്ടി. അങ്ങനെ ഡോക്ടർക്ക് 5 കോടി ഉറുപ്പിക ഒരേ സമയത്ത് നഷ്ടം. പിന്നെ അയാൾക്ക് സുഖമില്ലാതെ മാനസിക രോഗം. അങ്ങനെയും വരും, അങ്ങനെയൊക്കെ വരും മനുഷ്യന്. അവിടെ ഒന്നും മനുഷ്യൻ വേവലാതി കൊള്ളരുത്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ 5 വക്തൊക്കെ നിസ്കരിക്കും, പക്ഷെ 10 റുപ്യ പോയാൽ മാനസിക രോഗം. നിസ്കരിക്കും, നോമ്പുകൾക്കും ഒക്കെ ചെയ്യും, അതിനും ചെലവില്ലല്ലോ. നിസ്കരിക്കാൻ ചെലവുണ്ട്? നിസ്കരിക്കാൻ ചെലവില്ല, നോമ്പോക്കാൻ ചെലവില്ല. അതേ സമയത്ത് ഉറുപ്പ്യ നഷ്ടം വന്നാൽ അതിൽ വീണു. മനുഷ്യൻ അവിടെയൊക്കെ ക്ഷമിക്കണം. നമ്മൾ വിചാരിച്ച ഒന്നും നടക്കൂല. വഹബനി അലൽ കിബരി ഇസ്മായിൽ, കുട്ടിക്കാലം മുതൽ പെണ്ണെട്ടി അന്ന് മുതൽ ദുആ ചെയ്തിട്ട് വൃദ്ധനായപ്പോഴാണ് ഇസ്മായിലിനെ കിട്ടിയത്. അതും സാറയിലല്ല, പറവും മുന സാറ. ഒന്ന് എന്താ നിങ്ങൾ വിചാരിച്ച് നിർത്തേരിക്കല്ല. സയ്യിദത്തുനാ സാറ. അല്ലാഹു തആല ഉമ്മാന്റെ ഹക്കുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മനസ്സറിഞ്ഞ് പറ, മനസ്സിന് ഉമ്മാന്റെ ഹക്കുകൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു തആല ഉമ്മാന്റെ ഖബർ കാണാൻ അവിടെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും സാറാബിയുടെ ഖബർ ഇങ്ങനെയാണ്. അങ്ങ് ആദ്യം കേണ, ഇപ്പോൾ ആദ്യം കാണാൻ സാറാബിയുടെ ഖബർ. എന്നിട്ട് വൃദ്ധനായിട്ടാണ് ആരെ കിട്ടിയത്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതും ആരിലല്ല, സാറയിലല്ല. ആരാ ഇബ്രാഹിം നബി? ആരാ ഇബ്രാഹിം? ഇബ്രാഹിം അല്ലദീ വഫ. യാ അല്ലാഹ്, എല്ലാം പൂർത്തിയാക്കിയ ആളാ ഇബ്രാഹിം. എന്നിട്ട് അങ്ങനെ എനക്കും നിനക്കും കിട്ടാത്തിനോ? ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാം പൂർത്തിയാക്കി വീട്ടിയ ആളാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ബാധ്യതകളെയെല്ലാം പൂർത്തിയാക്കിയ അല്ലാഹുവിന്റെ അബ്ദാണെന്ന് അല്ലാഹു തന്നെ പറഞ്ഞ ആളാണ് ആര്? സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കപ്പറ, സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിം അല്ലദീ വഫ. എന്നിട്ട് ക്ഷമിച്ചു. من يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തെ പിൻപറ്റാൻ അത് തിരഞ്ഞെടുക്കാത്തവരൊക്കെ വിട്ടികളാ. അല്ലാഹു തആല ആ മാർഗത്തിൽ നിന്ന് പോകുന്നതിന് തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ സബ്ർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സയ്യിദുസ് സാബിരീനാണ് ബഅദൻ നബിയിൽ മുസ്തഫ. വളരെ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സർ ഞാമീൻ പറ, ചിന്തിക്കുക. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا
وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون حسبي ربي جل الله. നിനക്ക് കഴിഞ്ഞ മുഹറം 1 ദുആയിലാണ് ഇപ്പോഴും എങ്കിൽ ഇത് ക്ഷമിച്ചല്ലോ, ക്ഷമിക്കണം, ക്ഷമിച്ചാളാ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. ഈ ഹദീസിൽ ഹബീബാ നബി പറയുന്ന ഒരു വാക്ക് ഫയൗഖുദു, ചിലപ്പോൾ അല്ലാഹു പിടിക്കും, ലിയുഅതിയ, പിന്നെ തരാൻ വേണ്ടി. ഉയബത്തലി, ചിലപ്പോൾ പരീക്ഷിക്കും, ലിയജ്സിയ, മനസ്സിലായില്ല, പിന്നെ ജസ കൊടുക്കാൻ വേണ്ടി. മനസ്സിലായില്ല, എന്തിനാ നിനക്ക് തരുന്നത്, പിടിച്ചു പിന്നെ തരാൻ വേണ്ടി. മനസ്സിലായില്ലേ, ചിന്തിക്ക്, പിടിച്ചു പിന്നെ തരാൻ വേണ്ടി. കഞ്ഞി കുടിച്ച് കൊടുത്തിരുമ്പോഴൊക്കെ കുട്ടിക്ക് കൊണ്ട് മിഠായി കൊടുത്തില്ല, ബാപ്പ മിഠായി കൊണ്ടുവന്ന് ഉമ്മ ബെന്നെ മാറ്റി. എന്തിനാ? ഉമ്മക്ക് നാണ്. മനസ്സിലായില്ല, കഞ്ഞിയാണ് ഇപ്പൊ കുട്ടിക്ക് ആവശ്യം. അപ്പൊ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടിയേക്ക് ബാപ്പ മിഠായി കൊണ്ടുവന്നു. അപ്പൊ ഉമ്മ എന്ത് പറഞ്ഞു? കണ്ണിട്ടു, മെല്ലെ മാറ്റി മാറ്റി മാറ്റി. കുട്ടിയെ കണ്ണിപ്പെടാൻ പാടില്ല. ഇതിനെ മാറ്റാൻ പറഞ്ഞ് ഉമ്മക്ക് ബാപ്പാക്ക് ബാധ്യത വെച്ചിരിക്കുന്നതാണ്. പിന്നെന്തിന് വേറെയുടെ കുട്ടി? പിന്നെന്തിനാ? ഞാൻ സൗകര്യമുള്ള സമയത്ത് കൊടുക്കാൻ. ഇത് കഞ്ഞി കലങ്ങിപ്പോവും. എന്തിനാ റബ്ബ് പിടിച്ചത്? പിന്നെ തരാൻ. എന്തിനാ റബ്ബ് പരീക്ഷിച്ചത്? പിന്നെ ജസ തരാൻ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എല്ലാ കുട്ടികളും മൈതാനിലേക്ക് കൂടിയപ്പോൾ ഒരു കുട്ടിയോട് മാഷ് പറഞ്ഞു, ഒന്നിരുന്ന് പഠിക്കും. എന്താ അവരോട് പറഞ്ഞു? അവരിൽ പ്രതീക്ഷയില്ല, ഇവനിൽ പ്രതീക്ഷ ഉണ്ട്. ഇവൻ റാങ്ക് ഹോൾഡറാണ്. റാങ്ക് വാങ്ങിയപ്പോൾ ഇവനും കരഞ്ഞു, മാഷും കരഞ്ഞു. എന്തേ? അന്ന് മൈതാനിയിലേക്ക് പോയപ്പോൾ എല്ലാവരും പിന്നാലെ പോയപ്പോൾ അവനെ തടഞ്ഞു, ഇരിക്കൂടെ പഠിക്കും. അപ്പോൾ മാഷ കുറ്റപ്പെടുത്തി അവൻ എത്ര വലിയ വിട്ടിയ. അപ്പോൾ മാഷോട് ദേഷ്യം തോന്നി. ആ ദേഷ്യത്തിനാണ് അവാർഡ് കിട്ടിയപ്പോൾ അവൻ കരഞ്ഞു. മോമിനായ അള്ളാഹ് നമ്മളെ മോമിനിയങ്ങളെ പെടുത്തട്ടെ. നമ്മളെ അള്ളാഹ് പരീക്ഷിച്ച എന്തിനാ? പിന്നെ ജസ തരാൻ. എന്തിനാ പിടിച്ചു? മനസ്സിലാണ്ട് പറയാം. ചിന്തിച്ചോ? എല്ലാം ജോലി നഷ്ടപ്പെട്ടു വന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ജോലി നഷ്ടപ്പെട്ടു, ഞാൻ എന്താ ചെയ്യാ അറിയില്ല. നിന്നോടും കൂടിയായി പറയണത്. ജോലി നഷ്ടപ്പെട്ടു വന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. വലിയ ജോലി, വലിയ ശമ്പളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം കൂട്ടം തന്നെ ജോലി നഷ്ടപ്പെട്ടു. വലിയ ശമ്പളം ഉണ്ടായിരുന്നു. ഒരു വിദേശ രാജ്യത്ത് വലിയ ജോലിയുള്ള ആൾ. ആര്, എന്ത്, എവിടെ ഒന്നും പറയില്ല. ഒരു വിദേശ രാജ്യത്ത് വലിയൊരു ജോലിയും വലിയൊരു പൈസ ഉണ്ടായ ഒരാൾ ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഉണ്ടായോ? അയാൾ എന്ത് ചെയ്തു? പെട്ടെന്ന് അയാൾക്ക് വലിയ ശമ്പളം കിട്ടേണ്ട ആളാണ്, കിട്ടുന്ന ആളാണ്. പെട്ടെന്ന് കമ്പനി റദ്ദ് ചെയ്തു. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലെത്തിന്റെ പിറ്റേ ദിവസം അയാൾ ദാറുഖുറാനിൽ വന്നു. എന്തിനാണത്? അവൻ എന്നെ പിടിക്കും, പിന്നെ തരാൻ വേണ്ടി. മനസ്സിലായില്ലേ? കഞ്ഞി കുടിച്ചപ്പോൾ മാറ്റി. എന്തിന്? പിന്നെ തരാൻ വേണ്ടി. മനസ്സിലായി അല്ലേ? അവന്റെ പേരെന്താ? അവൻ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. അവനാണ് ആര്? അല്ലാഹ്. അവൻ എന്തിനാ ദ്വായിപ്പിച്ച ഒരു കൊല്ലം? ശരി, ഞാൻ ദുആ ചെയ്ത കാര്യം മുഹറം മാസത്തിൽ ദുആ ചെയ്തത് എന്ത് മുഹറത്തിൽ തന്നെ കിട്ടിയെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങും. സഫറിൽ കിട്ടിയാണെങ്കിൽ മുഹറത്തിൽ ഉറങ്ങൂല, സഫറിൽ ഉറങ്ങും. മുതൽ റബീഉൽ അവ്വലിലാണ് ഞാൻ ദുആ ചെയ്ത് കിട്ടിയെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം ദുആ ചെയ്ത്. അപ്പൊ റബീഉൽ അവ്വലിലാണ് ഞാൻ ദുആ ചെയ്ത് കിട്ടിയെങ്കിൽ മുഹറം, സഫർ, റബീഉൽ അവ്വലിനെ കിട്ടുന്ന ദിവസം വരെ ഉറങ്ങൂല. പിന്നെ ഞാൻ ദുആ ചെയ്ത് കരഞ്ഞിരുന്നോന്ന് വരെ ഞാൻ മറക്കും. അപ്പൊ നിങ്ങളല്ലേ മനുഷ്യ, പണ്ട് 3 മണിക്കൊക്കെ എണീറ്റ് കരഞ്ഞിരുന്ന് ഞാൻ. ഒരു മുതലാളിയോടുകൂടെ ഒരു ഭൂമി കച്ചവടക്കാരൻ ബ്രോക്കർ യാത്ര ചെയ്യുക. യാത്ര ചെയ്യുന്നതിനിടയിൽ മുതലാളി പറഞ്ഞ വലിയ മുതലാളിയാണ്, കോഴിക്കോട് ജില്ലയിലെ വലിയ സ്ഥാപനങ്ങളുള്ള മലപ്പുറം ജില്ലക്കാരനായ വലിയൊരു മുതലാളി. അങ്ങനെ ചുരം മറി യാത്ര ചെയ്യാം. ഇയാൾ എന്നോട് ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞൊരു അനുഭവം. യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ മുതലാളി കാറിലിരുന്ന് പറഞ്ഞു, എനിക്കൊക്കെ പൈസ തന്നത് പടച്ചോൻ പൊട്ടനാണെന്നുള്ളതിന് തെളിവാണ്.
പറഞ്ഞു, ഞാൻ കുറച്ചപ്പുറം പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ട് ഇറങ്ങി ഞാൻ മടങ്ങി. പിന്നെ ഞാൻ പോയില്ല. പേടിയായി. എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഇത് ജു ആവും. എന്തുകൊണ്ട് ജു അങ്ങനെയാവും? എന്തുകൊണ്ട്? എപ്പോഴാണ് മനുഷ്യൻ ധിക്കാരം പറയാം? ആയത്തോതി തരാൻ പറ്റിയ ആൺകുട്ടികളുണ്ട് പറയും. എപ്പോഴാണ് മനുഷ്യൻ ധിക്കാരിയാകുക? ആദ്യത്തെ സൂറത്ത് തന്നെ ഉണ്ട്. ആദ്യം ഇറങ്ങിയ സൂറത്ത് കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ. കല്ലാ, വേണ്ട വേണ്ട മനുഷ്യ, ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ അതിന് വിട്ട് പറയും, അതിന് വിട്ട് ചെയ്യും. എപ്പോൾ? അൻ റആഹു ഇസ്തഗ്നാ, അവന്റെ ഐശ്വര്യവും സമൃദ്ധിയും അവൻ കണ്ടുകൊണ്ട് ജീവിക്കവേ. യാ അല്ലാഹ്, യാ, മനസ്സിലായില്ലേ? ചിന്തിക്ക്. നിനക്ക് നിഅമത്ത് കിട്ടാത്തത് കൊണ്ട് ഈ കിടന്നുറങ്ങുന്ന ഭാര്യയെ വരെ വിളിക്കും. എനിക്കൊടുന്നു നേരമായല്ലോ ദ്വാരക്കാൻ പറയുന്നത്, ഞാൻ ദ്വാരത്തെ നേരത്തിലായി എനിക്കൊടുന്നു. എങ്ങനെ മനുഷ്യൻ കഴിഞ്ഞുകൊണ്ട് എനക്കൊല്ലോ അറിയൂ? എനിക്ക് ഇവിടെ അങ്ങനെ ഇരുന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. കുട്ടിക്ക് ഫീസ് അടിച്ചില്ല, അവിടെ പൈസ കൊടുത്തിട്ടില്ല, എനിക്കൊടുന്നു. അതേ സമയത്ത് പൈസയൊക്കെ പള്ള നിറച്ച് ദ്വാരക്കൊക്കെ ചെയ്ത് മുഹറത്തിലോ സഫറിലോ പടച്ച പൈസ തന്നു കഴിഞ്ഞാൽ ഓളെ എണീക്കാണെങ്കിൽ തന്നെ എന്ത് പറയും? ആ കൊടുത്തിട്ടില്ലല്ലോ ഇവളെ, ഇവിടെ നിന്ന് കിടന്ന. മനസ്സിലായില്ല? എന്റെ അത്യാവശ്യം ഇപ്പൊ തന്നെ പറ ഉണ്ട്, കാര്യങ്ങളൊക്കെ നടന്നോണില്ലേ? ആദ്യം അതാ പഠിപ്പിച്ചു. ഇഖ്റ ബിസ്മില്ല ആദ്യത്തെ 5 ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പഠിപ്പിക്കുന്നത് പൈസ കൂടിയ മനുഷ്യൻ നാശാവുന്നതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. തൊട്ടുടനെ കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ വലിയ ധിക്കാരിയാവുകയാണ്. എപ്പോൾ? സമൃദ്ധിയും ഐശ്വര്യവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ആരെ പറ്റി അത് പറഞ്ഞേ? അബൂജഹലിനെ പറ്റി. കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, എന്റെ ഈ ഏറെ ലാഭം മതിയാകും എനിക്ക് മുഹമ്മദിനെ തകർക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാമിലേക്ക് കച്ചവടത്തിന് പോയി അബൂജഹൽ. തിരിച്ചു വരവേ അവന് അധികമായി കിട്ടിയ ലാഭം കൊണ്ട് ഒരു സ്വർണ്ണമാല വാങ്ങി അവന്റെ ചൊങ്കനായ അവന്റെ കഴുത്തിൽ അണിഞ്ഞു. എന്നിട്ട് കുതിരപ്പുറത്തേറി. എന്നിട്ട് ഷാമിൽ നിന്ന് മടങ്ങുന്ന കച്ചവട സംഘത്തിന്റെ കൂടെ ഇങ്ങനെ കുതിരയെ തുള്ളിച്ച് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് അവൻ എന്തു പറഞ്ഞു? ഞാൻ ഈ അണിഞ്ഞ മാല, ഈ മനോഹരമായ സ്വർണ്ണമാല ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ അധിക ലാഭത്തിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് മാത്രം മതിയാകും എനിക്ക് മുഹമ്മദിനെ തകർക്കാൻ. അപ്പോൾ ഇറങ്ങിയ ആയത്താ ഏത്? കല്ലാ, ഓതടോ ഓത്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ. ഇന്ന ഇലാ റബ്ബിക റുജാ. മടങ്ങി വരൂട്ടാ, മടങ്ങി വരും. ജിബിടുക്ക് മടങ്ങും. എന്തോ വിളച്ചിൽ കാട്ടിയിട്ട് മകണ്ട് പായുമണ്ടല്ലോ ഉമ്മാക്കൊരു വാക്ക് ചോദിക്കോ. അപ്പോ എവിടത്തെ നിൽക്കറിയാം. ഉമ്മാക്ക് തല്ലാൻ കിട്ടിയില്ല, പാഞ്ഞു. അപ്പൊ എന്താ പറയാ? ആയിക്കോട്ടെ, പടി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എവിടെ പോകുന്ന എനിക്കറിയാം. അതാണ് എന്ത്? ഇന്ന ഇലാ റബ്ബിക റുജാ. എവിടേക്ക് പോയാലും റബ്ബായ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ജയിലിൽ പോയാലും എവിടെ പോയാലും യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബൂൻ. ഒരാൾക്ക് വിട്ടെടുക്കാൻ കഴിയും അല്ലാഹുവിന്റെ അധികാരത്തിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അപ്പൊ അലൻ നബി സല്ലല്ലാഹു എന്ത് നമുക്ക് എന്തുണ്ടായത്? നമ്മൾ കഴിഞ്ഞ മുഹറമിൽ ദുആ ചെയ്ത് ഇപ്പം കിട്ടിയില്ല, എന്നാലോ പ്രയാസം ഉണ്ടായില്ല. ഒരു കടക്കാരനുണ്ട്, അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഒന്ന് ആശ്വാസം പറഞ്ഞു, കുറച്ചുകൂടി കഴിയും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. 2 വാക്കുവൻ ഏറെ പറഞ്ഞു. അന്ന് സാരല്ല, അതുകൊണ്ട് പൈസ തിരിച്ചു കൊടുക്കും, മാപ്പും പറയും. അത് സാരല്ല.
അതൊന്നും സാരമില്ല. എൻ്റെ കടം വരുത്തിയത് എൻ്റെ ചിന്തയില്ലായ്മ, എൻ്റെ ബോധമില്ലായ്മ. ബോധമുള്ളവന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സൂക്ഷിച്ച് ചിലവഴിക്കുന്നവന് ദാരിദ്ര്യം വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എനിക്ക് ദാരിദ്ര്യം വരുത്തിയത് ആരെന്നെയാ? ഞാൻ തന്നെ. എന്താ ഹദീസ്? സൂക്ഷിച്ചു ചിലവഴിക്കുന്നവൻ ദരിദ്രനാവുകയില്ല. എന്റെ ദാരിദ്ര്യം വന്നത് പറ, സൂക്ഷിച്ചു ചിലവഴിച്ചില്ല. എല്ലാം എക്കണോമിക് സിസ്റ്റവും എല്ലാം മെഡിക്കൽ സിസ്റ്റവും എക്കണോമിക്കൽ സിസ്റ്റവും എല്ലാം സോഷ്യൽ സിസ്റ്റവും എല്ലാ സിസ്റ്റംസും പറഞ്ഞിട്ടുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഅല മൻ യഖ്തസദ. ഇത് ചൊല്ലി ഹദീസ് ഇബ്നു മാജ അല്ലെങ്കിൽ അബൂ ദാവൂദ്, രണ്ടാലും സ്ഥലത്തുണ്ട്. മഅല ഇത് ചൊല്ലി ഹദീസ് എഴുതി. മഅല മൻ യഖ്തസദ. സൂക്ഷിച്ച് ചെലവഴിച്ചവൻ ദരിദ്രനാവുകയില്ല. من حسن إسلام المرء قصده في معيشته. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം എന്നാൽ ചെലവഴിക്കുന്നതിൽ അവൻ ആലോചിച്ച് ചെലവഴിക്കലാണ്. ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ വരുമാനത്തെക്കാൾ ചെലവഴിക്കൽ കൂട്ടാതിരിക്കുക. ഇതിനാണ് ഇഖ്തിസാദ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം അവന്റെ നിസ്കാരം നോക്കുമല്ല, അവൻ ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം വന്നത്? നമുക്ക് മിതത്വം ഇല്ല. അപ്പൊ നമ്മൾ കുറച്ച് വേദനിക്കേണ്ടി വരും. മറ്റൊന്ന് രണ്ടു വാക്കേറെ നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാലും അള്ളാഹ് കൈവിടൂല്ല. പക്ഷെ അത് എന്ത് ചെയ്യണം? സുന്നാമക്കി കുടിച്ചത്ര തന്നെ പറ്റുന്നുണ്ട്. സുന്നാമക്കി കുടിച്ചു കഴിഞ്ഞിട്ട് യാസീൻ ഓതിട്ട് കഴിഞ്ഞില്ല. സുന്നാമക്കിയാണ് കുടിച്ച് എന്നിട്ട് ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ യാസീൻ ഓതി. അൽഹംദുലില്ലാഹ് ഓതിക്ക് കൂലി കിട്ടും. പക്ഷെ വയറ്റിന്ന് പോകും. കാരണം സുന്നാമക്കി കുടിച്ചാൽ വയറ്റുന്നു പോകുമാണ്. കാരണം സുന്നാമക്കി കെട്ടിക്കിടന്നാൽ വിഷം. അപ്പൊ സുന്നാമക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭംഗി പറയണ ചങ്ങായി പോകലെന്നെ. അതിന്റെ അവസാനത്തെ ഡ്രോപ്പ് വരെയാണ്ട് പോയി കഴിഞ്ഞാൽ വയറ് ശുദ്ധിയായി. ഇനി ലക്ഷം കഴിഞ്ഞ വെള്ളം കുടിച്ചാൽ കുഴപ്പമുണ്ടാവും. നമ്മൾ ചെയ്ത അബദ്ധങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊല്ലക്കണക്കിന് ദുആ ചെയ്യേണ്ടി വരും. ആചാര്യ തോന്നിയാസം കാട്ടിയാൽ മകളെ കെട്ടിച്ചപ്പോ പാട്ടും ചാട്ടും കളിയും അതും ഇറ്റും ഒരു രാത്രി കൊണ്ട് പൊടി പിടിച്ച് കഴിഞ്ഞ്. പക്ഷെ പിന്നെ 10 കൊല്ലം വേണ്ടിയെന്നു. എന്തിന്? കടം വീട്ടി കാര്യ. എല്ലാ രാത്രിയും കഴിഞ്ഞ് 10 കൊല്ലം കൂടെ കടം വീടിയ. കാരണം ഈ തോന്നിയാസം കാട്ടിയല്ലേ അല്ലേ? പറ തോന്നിയാസം കാട്ടിയല്ലേ? ആണല്ലോ. പെണ്ണുങ്ങളെയും കുട്ടികളെ എല്ലാം കൂടെ കൂട്ടിട്ട് 10 ഒന്നിച്ച് ബിസ്സെടുത്ത് ഉമ്രക്കോയി കരഞ്ഞുകൊണ്ട് കടം വീടും. പറയുമെങ്കിൽ ഉമ്രക്കോയി കരഞ്ഞുകൊണ്ട് എന്തില്ല, കടം വീടൂല എന്നല്ല, സമയം സുന്നാമക്കി പുറത്തു പോകണം. അങ്ങനെ പെണ്ണുങ്ങളെയും കുട്ടികളെയും മുഴുവനും കൂടി കടം വാങ്ങി ഉമ്രക്കോൻ ആര് പറഞ്ഞിട്ടില്ല? അള്ളാഹ് പറഞ്ഞിട്ടില്ല. 10 ലക്ഷം കടം വാങ്ങിയാണ്ട് ഉമ്രക്കോൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ സുന്നാമക്കി മുഴുവനും തീരുമ്പോ കടം വീടും. അതിന് കുറച്ച് കഴിഞ്ഞു, അതിന് കുറച്ച് ക്ഷമിക്കും വേണ്ടി വരും. പക്ഷെ ചിലപ്പോഴോ ഈ ക്ഷമല്ലെങ്കിലോ ഈ ഉമ്ര മതി എന്നെ നിരീശ്വരവാദിയാക്കാൻ. മനസ്സിലായില്ലേ? ചിന്തിക്കും. ഒരുപാട് കാലം ഉമ്ര വിസി പോയിട്ട് ഒരുത്തൻ ചാടി. എന്നോട് ഒരു പള്ളി കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞൊരു സംഭവം. ഉമ്ര വിസക്ക് പോയിട്ട് ഒരുത്തൻ ചാടി, ഉമ്രക്കൊയില്ല. അങ്ങനെ കൊല്ലക്കണക്കിന് അവിടെ പണിയെടുത്തിട്ട് പിന്നെ ഉമ്രക്കൊയി. ഉമ്ര യാത്രയിൽ ഓനെ പോലീസ് പിടിച്ചു, നാട്ടിക്ക് പാക്ക് ചെയ്തു. പിന്നെ ഓം ജുമാക്ക് വരും. അപ്പൊ ഉസ്താദ്മാരെ അടക്കം വന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ നല്ലൾക്ക് കഴിഞ്ഞൂടേന്. ഏറ്റവും വലിയ പള്ളിക്ക് പോയപ്പോഴാണ് എന്നെ പിടിച്ച്. ഇനിയിപ്പൊ ഞാൻ അതിന്റെ താഴത്തെ പള്ളിക്ക് പോയി വെച്ചാറാണ്ട. ഇതൊന്നല്ല, ഞാൻ പോയ പള്ളിയാണ് പെരുമ്പള്ളിയാ. അവിടുന്ന് എന്നെ പിടിച്ചു. ഒരു കുഴപ്പമില്ലാതെ കുട്ടികളെ പോറ്റിരിക്കേന്. അപ്പൊ ഞാൻ പള്ളിക്കൊക്കെ ഇല്ലടാ, അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ പറ എന്നോ പറഞ്ഞോന്ന് എന്നോട് സെക്രട്ടറി, പള്ളി സെക്രട്ടറി. മനസ്സിലായില്ലേ? ചിന്തിക്കാം. അപ്പൊ ഇതൊക്കെ തന്നെ അതൊക്കെ അള്ളാഹ് ചെയ്യും. അതിന്റെ പിന്നെ നിനക്കൊരു ഇബ്രത്തുണ്ടാവും, ഒരു പാഠം ഉണ്ടാവും. എന്നെ ശുദ്ധീകരിക്കേണ്ടി വരും. ഇതൊരു കുരുത്തക്കെടുവാണ്. എന്ത് ഉംറക്ക് പോയ കാട്ടി ഉംറ ചെയ്യാതെ എന്ത് ചെയ്ത് ചാടി. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ നിനക്ക് എന്ത് വേണം? ആ പരിഹാരണ്ടാകും. 10 കൊല്ലം കാര്യേണ്ടി വരും. ഇതിന് വലിയ കുരുത്തക്കെട് എന്താ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രയാസത്തിന്റെ മുന്നിലും നമ്മുടെ തന്നെ കുരുത്തക്കെടുകളുണ്ട്. എന്നിട്ട് നമ്മളൊരു രാത്രിയാണ് കരഞ്ഞോണ്ട് അതൊക്കെ ചെയ്തു തരാൻ അള്ളാഹ് നമ്മളെ മോശാക്കണം.
പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. അമ്മോശാക്കാക്ക് ഇവിടെ കഴിഞ്ഞുകൊണ്ടേ ഉണ്ടാവുള്ളൂ, അവിടെ നല്ലതായിക്കൊള്ളൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാഹു അർഹമുർ-റഹീമീനാണ്, അവിടെ നിന്നാണെന്നുണ്ട്. അപ്പൊ എന്നെ ശുദ്ധീകരിച്ചു. ഞാൻ അവസാനിപ്പിക്കാം. വളരെ ചിന്തിക്കണം. അപ്പൊ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ബേജാറാകണ്ട. എന്ത് ചെയ്തു? ബശീർ സ്വാബിരീൻ. ഇതിന്റെ മൂന്നാമത്തെ ആയത്ത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ അർത്ഥം വെക്കണില്ല. ഇത്തരം ആളുകളുണ്ടോ? ആണ്. ആ ആളുകൾക്ക് ഉലായിക അലൈഹിം അവരെ മേലുണ്ടായിരിക്കും സ്വലവാത്തു മിർ റബ്ബിഹിം, റബ്ബിന്റെ പ്രശംസകൾ. റബ്ബിന്റെ പ്രശംസ. സ്വലാത്ത് എന്ന വാക്കിന് അവിടെ അർത്ഥം പ്രശംസ എന്നാണ്. ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിയുകയും ചെയ്യും. വഉലായിക അവരാണ്, ഹും അവർ തന്നെയാണ്, അൽ മുഹ്തദൂന ഹിദായത്ത് സിദ്ധിച്ചവര്. അവർക്ക് ഹിദായത്തുണ്ട്. എന്ത് ചെയ്തു അവര്? മനസ്സിലായില്ല. നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഹിദായത്ത് തരണേന്നാണ്. എന്നാൽ നീ പ്രയാസത്തിൽ ക്ഷമിച്ചപ്പോൾ എന്ത് തന്നു അല്ലാഹു? ഉറക്കെ പറയേ. ഇവിടെ 3 ഗുണം നിനക്ക് ക്ഷമ കൊണ്ടുണ്ടാവും. നീ ഇന്ന് ദ്വായിരുന്നു, നാളെയും പിറ്റന്നാളും അതിന് പിറ്റന്നാളും 10 കൊല്ലമായി ഞാൻ ചെയ്യുന്ന ഒരു ദ്വാ എനിക്കറിയും. 10 കൊല്ലം ദ്വാ ചെയ്യുന്ന ഒരു ദ്വാ എനിക്കറിയും. ഒരു ഉദാഹരണം, 10 ഉത്തരം വന്നിട്ടില്ല. എന്തേ? ശുദ്ധീകരിക്കുക. ഇന്നലെ രാത്രിയും ആ ഉത്തരം കിട്ടാത്തതുകൊണ്ട് ദ്വാരക്കാൻ കഴിഞ്ഞു. കിട്ടിയിരുന്നെങ്കിലോ? കഴിഞ്ഞല്ലോ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹുവിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് ഉത്തരാണ്. ഉലായിക അലൈഹിം സ്വലവാത്തുൻ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കും അലൈഹിം അത്തരം ആളുകളെ റബ്ബിഹിം അവർക്ക് റബ്ബിൽ നിന്നുള്ള സ്വലവാത്ത് പ്രശംസകൾ ചെയ്യും. അല്ലാഹു മലക്കുകളുടെ മലഉൽ അലൈഹിം അല്ലാഹു മലക്കുകളുടെ സവിധത്തിൽ പറയും, എനിക്കൊരടിമയുണ്ട്, വല്ലാത്തൊരടിമ. എത്രയോ കാലമായി അവൻ എന്നോട് ചോദിക്കുന്നത്, ഞാൻ കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? എനിക്കവനെ വലിയ ഇഷ്ടം. ചോദിക്കട്ടെ. ഞാൻ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറയാം. ഒരാൾക്ക് ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവിന് അവന്റെ ദുആ കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു പറയും, യാ ജിബ്രീൽ ഇഖ്ലി ഹാജതഹു വലാകിൻ അംഹിൽഹു. അയാൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കണം, പക്ഷെ കുറച്ച് നേരം വൈകിട്ട് മതി. ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു. അയാൾ ആ ദുആന്റെ ഒച്ച കേൾക്കണം, എനിക്ക് നല്ല ഇഷ്ടം. വമൻ ഒരുത്തൻ യദ്ഉല്ലാഹ അല്ലാഹുവിനോട് കേൾക്കും, ഫഇന്നല്ലാഹ യക്റഹു അൻ യസ്മഅ സൗതഹു. അയാളുടെ ശബ്ദം കേൾക്കണം അല്ലാഹുവിന് ദേഷ്യം. ഫയഖൂൽ ജിബ്രീലിനോട് പറയും, യഖ്ലി ഹാജതഹു, ഹാജത്ത് നിർവഹിച്ചു കൊടുക്കും, അജ്ജിൽ പെട്ടെന്ന് ചെയ്യും. ഫഇന്നി അക്റഹു അൻ അസ്മഅ സൗതഹു. അവന്റെ ഒച്ച കേൾക്കണം എനിക്ക് ഇഷ്ടമില്ല. അല്ലാ. അപ്പൊ ഉത്തരം കിട്ടുന്ന ആളും കിട്ടാത്ത ആളും നോക്കിയാൽ ചിലപ്പോൾ ഉത്തരം കിട്ടാത്തവന്റെ ദുആയായിരിക്കും നല്ല ദുആ. അവനായിരിക്കും നല്ലവൻ. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് ഹദീസിലുണ്ട്, കിതാബിലുണ്ട്. ഹദീസിലുണ്ട്. ഹദീസാണ്. ഒന്നുകൂടി പറയാം. പണ്ട് ഞാൻ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ദുർമീൻ പറഞ്ഞതാ. അതായത് ചില ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെയും ഗർഭിക്കും. അയാളെ ശബ്ദം കേൾക്കുന്ന അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. അതിന്റെ പേര് പ്രശ്നം ഉണ്ടായതുമില്ല. ഏതോ കടക്കാരനുണ്ട് എന്നോട് വന്നപ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പോയി പറഞ്ഞടാ ഒരു കുറച്ചും കൂടി 6 മാസം നിൽക്കേണ്ടി വരിട്ടാ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ ആരെങ്ങളോട് പൈസ വെച്ചു എന്ന് ചോദിച്ചു. ഇതെന്ത്? ഇത് ഇജാബത്ത് ദ്വാന്റെ ഇജാബത്താണ്. അപ്പോൾ അവൻ കരിഞ്ഞു, പ്രശ്നനെ എന്നൊക്കെ പൈസ തരാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. നിങ്ങൾ അറിയണ്ട, എനിക്കൊരു വിഷമമൊന്നുമില്ല. 6 മാസം കഴിയാനായപ്പോൾ പിന്നെയും പോയി പറഞ്ഞു, എടാ പൈസ ഇട്ടില്ല കേട്ടോ. പിന്നെ ആരും നിങ്ങളോട് പൈസ വെച്ച്? ഇതെന്താ? ഇജാബത്ത് ദ്വാന്റെ ഇജാബത്താണ്. നിങ്ങൾ ഇതിന്റെ കൂടണ്ട പറയങ്ങായി. കടം വീട്ടാനുള്ള പൈസക്ക് ദ്വാ ചെയ്തപ്പോൾ പൈസ തരൽ മാത്രമല്ലല്ലോ ഇജാബത്ത് ദ്വാ. കടക്കാരനെ തടഞ്ഞു നിർത്തിയ അല്ലാഹു തആല അതും എന്തെന്നെയാണ് ഇജാബത്ത് ദ്വാ. എന്തിനാ തടഞ്ഞു നിർത്തിയത്? എന്നെ കൊണ്ട് പിന്നെയും എന്താ ദ്വാ? അതാണ് യഥാർത്ഥ ഇബാദത്ത്. മനസ്സിലായില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കാം. ആരും പ്രയാസമില്ല. മരിച്ചു, അങ്ങനെയാണ് മരിച്ച അന്ന് തന്നെ മകൻ എന്ത് ചെയ്തു? അപ്പോഴേ തന്നെ 10 സെന്റ് ഭൂമി അന്ന് തന്നെ വിറ്റു. എല്ലാവർക്കും പൈസ കൊടുത്തു, കടം വിട്ടു. അതുവരെ കടക്കാർ, ഇയാൾ വിചാരിച്ചിട്ടും കടക്കാരും ഭൂമിക്കാരും വന്നില്ല. അയാൾ മരിച്ച അന്ന് ആരോ വന്നു, പാപ്പാക്കിന്റെ കട അപ്പ വീട്ട. എത്രയാ? 10 സെന്റ് ഭൂമി എനിക്ക് തന്നോളാം. എത്ര വില? 1.5 ലക്ഷം. ഞാൻ തരാം. അപ്പൊ 15 ലക്ഷം കൊടുക്കും.
അന്ന് ബാപ്പാണ് മയ്യത്തിരിക്കവേ ചങ്ങായിനെ കുട്ടി, അനുജനെ കുട്ടി, ഏട്ടനെ കുട്ടി മോട്ടോർ സൈക്കിളിന്റെ ബാക്കിലിരുന്ന് മക്കൾ മുഴുവൻ കടാറ് വിട്ടി. ഇനി ഒന്നുമില്ല. മയ്യത്തിരിക്കുന്നോടത്ത് പറയും ചെയ്തു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈസ കുറച്ചുകൂടി ബാക്കിയുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ബാപ്പാന്റെ കടത്തിനോ ഞങ്ങളതിൽ പൈസ ഉണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഇത് ഇന്നലെ വരെ നടത്തിയില്ല. എന്തുകൊണ്ട്? മിനിഞ്ഞാന്ന് രാത്രി ഈ തന്ത എന്തിനു പറഞ്ഞിട്ടുണ്ട്? കരഞ്ഞു. അള്ളാഹു തആല അയാളെ ശബ്ദം കേൾക്കണം അല്ല ഇഷ്ടം. എന്താ പ്രശ്നം? മനസ്സിലായില്ലേ? എനിക്ക് കടം വിടാനേ കഴിഞ്ഞില്ല. കടം വീട്ടിയെന്ന് എൻ്റെ മയ്യത്തിന് വെച്ചാണ്. മയ്യത്തിനടുത്ത് വെച്ച് മക്കൾ കരം പറഞ്ഞ മനസ്സിലായോ? ആ ജാതി മക്കൾ എനിക്കുണ്ടേനും. ബാപ്പ വാങ്ങിയ കട ഞങ്ങളറിയില്ല. ആ ജാതിയല്ല മക്കൾ. എനിക്ക് പറയുടെ കുട്ടി മക്കൾ ഏത് ജാതിയാ? അങ്ങനെ ബാപ്പ വാങ്ങിയ കടമൊന്നും ഞങ്ങൾ അറിയില്ല എന്ന് പറയുന്ന മക്കളല്ല. ബാപ്പ ഒരു 5000 റുപ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിനു, തെളിവുണ്ടോ എന്നൊന്നും ചോദിക്കൂല. 5000 പിടിച്ചോ ഒന്നും പ്രശ്നമില്ല. നീ 15 ലക്ഷം കഴിഞ്ഞാൽ ഞങ്ങൾ കടം പൂട്ടും, ഒന്നും ഞങ്ങൾക്ക് വിഷയം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇയാളെ സംരക്ഷിച്ചതാരാ? അല്ലാഹ്. മരിക്കുന്നതിന്റെ തലേ രാത്രി വരെ അയാളെ കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാ ചെയ്യിപ്പിച്ചതാരാ? അല്ലാഹ്. എന്തുകൊണ്ട്? അയാളെ ദ്വാന്റെ ശബ്ദം അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. ആ സമയത്തൊക്കെ അല്ലാഹു തആല അയാൾ ക്ഷമിക്കണുണ്ട്. അല്ലാഹു മലഉൽ അഅലയിലെ മലായിക്കത്തിനോട് എന്ത് പറയുന്നുണ്ട്? എൻ്റെ ഒരു വീരാൻകുട്ടി എന്നൊരു അടിമണ്ട് പാഴൂര്, അമ്പാട് മഞ്ചേരി, വല്ലാത്തൊരു അടിമയാണ്. ഞാൻ എത്ര കാലമായി ഒരു കാര്യം അയാൾ എന്നോട് ചോദിക്കണം, ഞാൻ അയാൾക്ക് ഉത്തരം കൊടുക്കണേ ഇല്ല. എന്നിട്ട് അയാൾക്ക് പ്രശ്നമില്ല. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം, അവർക്ക് റബ്ബിന്റെ പ്രശംസകൾ ലഭിക്കും. റഹ്മ, അല്ലാഹു റഹ്മത്ത് ചെയ്യും അവർക്ക്. അവർ ഇല്ലിയിലേക്ക് വരുമ്പോഴത്തിന് ആളുകളൊക്കെ കാത്തുക്കും. അത്രയും ക്ഷമിച്ച ഒരാൾ വരുന്നുണ്ട് എന്നാ കേൾക്കണത്. മനസ്സിലായില്ലേ? മരിക്കുമ്പോഴത്തിന് ഇല്ലിയിലെ വിവരം കിട്ടും, ഒരു നല്ല മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലിയുടെ വാതിലേക്ക് അയാളെ പരിചയമുള്ളവരോ നല്ല മനുഷ്യനാണെങ്കിൽ പരിചയമില്ലായ്മന്നോടല്ല. അപ്പൊ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ നമുക്ക് പരിചയമില്ലല്ലോ, എന്നാ പരിചയം ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ സ്വാലിഹായ അബ്ദിനെ ആർക്കാ പരിചയമില്ലാത്തത്? ആമീൻ പറയാ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാ സ്വാലിഹ്യങ്ങളായ അബ്ദിനെയും പ്രേമിക്കുന്നവരെ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ബഹുമാനപ്പെട്ട ഖാജയെ നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, പക്ഷെ ബന്ധമില്ലേ? ഖാജയെ ബന്ധമില്ലാത്ത ഏതൊരു മുസ്ലിമാണ് ഇന്ത്യയിലുള്ളത്? ഒരു മുഅ്മിനായ മുസ്ലിം അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എന്നതുപോലെ അവരെല്ലാം ഇല്ലിന്റെ വാതിലേക്ക് വരും. എന്താ മലക്കൾ വിളിച്ചു പറയാ? എത്രയോ കാലം ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാതെ അള്ളാഹുവിൽ ക്ഷമിച്ചൊതുങ്ങിയ ഒരാൾ മരിച്ചിട്ടുണ്ട്, ഇതാ അയാൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അയാൾക്ക് അഹ്ലൻ വസഹ്ലാ എന്ന് പറയാൻ വേണ്ടി എവിടേക്ക് വരും? ഇലാ ബാബി ഇല്ലിയീൻ, ഇല്ലിയീന്റെ വാതിലേക്ക് വരും. മർഹബാ മർഹബാ. അതാണ് ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബി. അതുപോലെ അത് മാത്രമൊന്നുമല്ല, ഉലൈക അവരാണ് ഹും, അവർ തന്നെയാണ് അൽ മുഹ്തദൂന, ഹിദായത്ത് കിട്ടിയവരും. അവസാനിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിന്റെ ദുആക്ക് ഉത്തരം തരേണ്ട ബാധ്യത അള്ളാഹുവിന് ഇല്ല. എന്നാൽ അള്ളാഹു കരുണയില്ലാതെ ഉത്തരം തരുകയില്ല എന്ന് നീ വിചാരിക്കുകയും വേണ്ട. ഹദീസിന്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ പറയും. ആശയം പറഞ്ഞിട്ടുണ്ട്, നീ ഭാഷക്കർത്ഥം പറഞ്ഞാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരും പേടിക്കണ്ട, ഒക്കെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. അവർക്ക് അള്ളാഹു തആല ഏറ്റെടുക്കട്ടെ. അള്ളാഹു ഏറ്റെടുക്കട്ടെ. ഇന്ന് നമ്മൾ ഈ ഇരിക്കുമ്പോഴുള്ള ഈ ആശ്വാസം അള്ളാഹു നമുക്ക് നൽകിയതാണ്. അള്ളാഹുവിൻ്റെ സിത്റാണ്. അള്ളാഹു തആല നമ്മളെ മേൽ മനസ്സിലായോ? അനുഗ്രഹം ചൊരിഞ്ഞതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കാരണം അവൻ ഉന്നതനായ അവൻ ആദ്യം അവനെ പറ്റി പറഞ്ഞത് അവൻ നമ്മളെ രക്ഷിക്കുമെന്നാണ്. കടക്കാരൻ രക്ഷിക്കും, കടത്തുനിന്ന് രക്ഷിക്കും, കടക്കാരൻ രക്ഷിക്കും, എല്ലാം രക്ഷിക്കും. എല്ലാം ചിലപ്പോൾ നമ്മളൊരു കളിക്കും. അപ്പോൾ ദേശം ഒന്നും ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടലല്ല, മര്യാദ പഠിപ്പിക്കും, പിന്നെ ക്ലിയർ ആക്കും. എല്ലാം അതേപോലെ നമ്മളത് അറിയൂല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്ത് ചെയ്യാം, ട്രെയിനിന് വരിക, നോമ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഹജ്ജ് 8 നോമ്പ്. അപ്പോൾ വെള്ളം കഴിഞ്ഞു. വെള്ളമില്ല. കൂടെയുള്ള ആളുകളുണ്ട്, അവരുടെ കയ്യിൽ വെള്ളം നോക്കി വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനെ വരികയാണ്. അഭിനയൊന്നും കിട്ടൂല. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു മോഡേൺ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ കുട്ടി എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. മോഡേൺ വസ്ത്രമാണ് ആ കുട്ടി ധരിച്ചത്. അങ്ങനെ ഏതോ ഒരു വിദ്യാർത്ഥിനിയായിരിക്കും, ഏതോ ഒരു ആധുനിക മോഡേൺ എഡ്യൂക്കേഷനിൽ എന്തോ പഠിക്കുന്നൊരു കുട്ടിയാണ്. ഒരു മോഡേൺ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് ആ കുട്ടി. അങ്ങനെ ആ കുട്ടി എൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. ആ കുട്ടി ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10-15 മിനിറ്റ്
അതുവരെ ആ കുട്ടി മൊബൈലിൽ മറ്റൊക്കെ നോക്കിയിരിക്കണം. പക്ഷെ ആ സമയത്ത് ആ കുട്ടി ഒരു 10-15 മിനിറ്റ് മുമ്പ് മൊബൈലൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഈ കുട്ടി ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ചെയ്ത് ബാങ്കിൻ്റെ സമയം വരെ ഇടക്ക് വാച്ചിൽ നോക്കും, ദുആ ചെയ്യും. പിന്നെ ബാങ്കിൻ്റെ സമയമായി, ദുആ നിർത്തി. എന്തോ ഒരു ഭക്ഷണ സാധനം എടുത്തിട്ട് കഴിച്ചു. എന്നിട്ട് ആ കുട്ടി വേഗം അടുത്തൊരു ഭക്ഷണ സാധനം എനിക്ക് തന്നു. പലവട്ടം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിച്ചു. ആ കുട്ടിയിൽ നിന്ന് കിട്ടിയൊരു സന്തോഷം ഞാൻ ഒരുപാട് പാഠം മനസ്സിലാക്കി. നമ്മൾ ആളുകളൊന്നും കണക്കാക്കണ്ട. അല്ലാഹു എല്ലാവർക്കും പുറത്തേരട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറയും. അല്ലാഹു പുറത്തേരും. എല്ലാവർക്കും അല്ലാഹുവിലേക്ക് നീട്ടുന്ന കൈ വല്ലാത്തൊരു കയ്യാണ്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പിന്നെയും ദുആ ചെയ്തു. അല്ലാഹുവേ അവരൊക്കെ ഈമാൻ നിലനിർത്തി കൊടുക്കണമേ റബ്ബേ. അല്ലാഹു മക്കളൊക്കെ ഈമാൻ നിലനിർത്തി കൊടുക്കട്ടെ. പരിസരത്തൊക്കെ ലിബറലിസ്റ്റുകളും നിരീശ്വരവാദികളൊക്കെ നടുവിലാണ് ഈ കുട്ടികൾ. അപ്പോൾ ആ കുട്ടി നോമ്പുകാരിയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. എന്നിട്ട് ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് എനിക്ക് തന്നു. വേണ്ടാന്ന് തന്നു. ആ കുട്ടിക്ക് ചിന്ത ഉണ്ടാവും, ഞാൻ നോമ്പുകാരനാണ്. അപ്പം നോക്കി നിങ്ങൾ മനുഷ്യന്മാരൊക്കെ അവസ്ഥ. എപ്പോൾ നമുക്ക് കൈ പൊക്കുന്ന കൈ എപ്പോൾ ഉണ്ടോ. അപ്പം ആ കുട്ടി 10-15 മിനിറ്റ് ദുആ ചെയ്തു. എന്തേ ഏറ്റവും വലിയ കാര്യം അതാണ്. റബ്ബിനോട് ദുആ ചെയ്യുന്നവർ മനസ്സ് അതൊരിക്കലും ഒഴിവാക്കരുത്. അത് മതി. അതുള്ളവൻ പരാജയപ്പെടില്ല. ഞാൻ അവസാനിക്കാണ്.